സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എന്താണ് മാനേജ്മെന്റ്? ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തായാലും ഏത് ബിസിനസ് ആണെങ്കിലും. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ ഇമ്പോർട്ടൻസും. ദെൻ എന്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്? അത് ആർട്ട് പരമായിട്ടും സയൻസ് പരമായിട്ടും പ്രൊഫഷണലിയും എന്താണ് നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ. ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ എന്താണ് മാനേജ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്നത്. 1868 ടാറ്റ ഗ്രൂപ്പ് ഫോം ചെയ്യപ്പെടുകയും ഇന്ന് അത് 100ഓളം കൺട്രികളിൽ ഒരുപാട് വലിയ ബിസിനസ് ഒരു സാമ്രാജ്യമായിട്ട് രൂപപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ഓണർ ആയിരുന്ന ആ വ്യക്തിയുടെ സ്ട്രോങ് ആയിട്ടുള്ള മാനേജിങ് കപ്പാസിറ്റി, അതായത് അദ്ദേഹത്തിന്റെ ഒരു ഇത്രയും വർഷത്തിൽ അദ്ദേഹം ഫോളോ ചെയ്തു വന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള മാനേജിങ് എഫിഷ്യൻസിയാണ് ഇതുപോലൊരു കമ്പനി ഇത്രയും വലിയൊരു ഫോമിലേക്ക് എത്താനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ ടോപ്പ് കമ്പനീസ്, ഇന്ത്യയിലെ എല്ലാ ടോപ്പ് കമ്പനീസും അവരുടെ മാനേജിങ് ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് ഡെവലപ്പ് ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ നിങ്ങൾക്ക് ടാറ്റ സ്റ്റീലിന്റെ എക്സാമ്പിൾസ് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാനേജ്മെന്റിന്റെ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പലതും കാണാൻ പറ്റും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്, റോബർട്ട് എല്ലിന്റെ ആൻഡ് MG ന്യൂപോർട്ടിന്റെ ഡെഫിനിഷൻ. സോ ഇവരുടെ പേര് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ദെൻ ഈ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം. മാനേജ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ആക്ടിവേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് organization's operations in order to achieve coordination of the human and material resources essential in the effective and efficient attainment of objectives. ഒന്നുമില്ല, മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നതും, അതായത് ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസിന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? അവിടുത്തെ ഹ്യൂമൻ ആൾക്കാരും ബാക്കിയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള റിസോഴ്സസും. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ലേബർ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മെറ്റീരിയൽസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എഫക്റ്റീവായിട്ട് അതിനെയൊക്കെ യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ദെൻ നമുക്ക് നോക്കാം എന്താണ് എഫിഷ്യൻസിയും എഫക്റ്റീവ്നെസ്സും തമ്മിലുള്ള ഡിഫറൻസ്. പ്രോബബിലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. വാട്ട് ഈസ് 2 മാർക്സിന് വല്ലതും ചോദിക്കാം, എഫക്റ്റീവ്നെസ് എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുക. എങ്ങനെ ചെയ്യുക? വിത്ത് മിനിമം കോസ്റ്റ്, ഒരുപാട് കോസ്റ്റ് ആവാതെ ഒരു മിനിമം കോസ്റ്റിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അവിടെ നമുക്ക് ഇങ്ങനെ എഫിഷ്യൻസി നന്നായിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് ഒക്കെ ചെയ്ത് റിലേഷൻഷിപ്സ് നോക്കാം. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്സ്, ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുക, എഫിഷ്യൻസി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി? ഇത് രണ്ടാണെങ്കിൽ പോലും പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗോള് focuses on achieving the desired outcome. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ നോക്കുന്നതിനെയാണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുക. എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഒബ്ജക്റ്റീവിനെ ഏറ്റവും മിനിമം കോസ്റ്റിൽ വേസ്റ്റേജ് ഒക്കെ കുറച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് ടൈമും എഫേർട്ടും മെറ്റീരിയൽസും ഒക്കെ യൂസ് ചെയ്ത് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ അതാണ് എഫക്റ്റീവ്നെസ്സും എഫിഷ്യൻസിയും തമ്മിലുള്ള വ്യത്യാസം. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് നിങ്ങൾക്ക് 5 മാർക്സിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. നമ്മളിത് ജനറിക് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോഴും ഫീച്ചേഴ്സ് ചോദിക്കുമ്പോഴും ഒക്കെ നമുക്കിതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ നോക്കുക, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആണ്. അതാണ് ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഗോൾ ഓറിയന്റഡ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനാണെങ്കിലും അതിന് എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരു ഗോൾ ഉണ്ട്. സോ അതൊരു ബേസിക് റീസൺ ആണ്. ഈ ഒരു ഗോൾ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കണം, ക്ലിയർലി സ്റ്റേറ്റഡ് ആയിരിക്കണം. സിമ്പിൾ ആൻഡ് ക്ലിയർലി സ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ എപ്പോഴും മാനേജ്മെന്റിന് വേണം. എങ്കിൽ മാത്രമേ അതിന് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ മാനേജ്മെന്റ് ഈസ് എ ഗോൾ ഓറിയന്റഡ് പ്രോസസ്. അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് ഓൾ പെർവസീവ് എന്ന് പറയുന്നത്. അതായത് കുറച്ച് വൈഡ് ആണ്. എല്ലാ സ്ഥലത്തും നമ്മൾ മാനേജ്മെന്റ് അപ്ലൈ ചെയ്യാറുണ്ട്. മാനേജിങ് കേപ്പബിലിറ്റി അപ്ലൈ ചെയ്യണം. ഇതെല്ലാം കോമൺ ആയിരിക്കും. അതായത് എല്ലാ മാനേജിങ് ആൾക്കാരും എന്താ ഉദ്ദേശിക്കുന്നത്, എല്ലാം കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം, ഹ്യൂമൻസിനെ എല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, എല്ലാം ഉപയോഗിച്ച് ഗോൾ അച്ചീവ് ചെയ്യണം. പക്ഷേ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്ന കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കും. അതായത് ട്രഡീഷൻസ്, ഓരോ അപ്ലൈ ചെയ്യുന്ന രീതി വ്യത്യാസമാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതിന്റെ ഒബ്ജക്റ്റീവ്സും വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ചിലപ്പോൾ കോമൺ ആയിരിക്കും. അതായത് അതിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, മാനേജേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു, അവരുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട്, റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് താഴെയുള്ള എംപ്ലോയീസിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അസൈൻമെന്റ്സ് കൊടുക്കുന്നു. ഇതൊക്കെ എല്ലായിടത്തും നടക്കാം, പക്ഷെ കൊടുക്കുന്ന അസൈൻമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പം ഇതിലൊരു എക്സാമ്പിൾ നമുക്ക് പറയാനാണെങ്കിൽ പെട്രോൾ പമ്പിലും ഹോസ്പിറ്റൽസിലും സ്കൂൾസിലും ഒക്കെ എന്ത് ചെയ്യണം, മാനേജിങ് ഗ്രൂപ്പ് ഉണ്ട്. അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട്. സോ അവർ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഒന്നാണ്, പക്ഷെ രീതി, അതായത് അപ്ലൈ ചെയ്യുന്ന രീതി, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പൊ USA മാനേജിങ് തിയറീസ് അപ്ലൈ ചെയ്യാറുണ്ട്, ജർമ്മനിയിൽ ചെയ്യാറുണ്ട്, ജപ്പാനിൽ ചെയ്യാറുണ്ട്. തിയറീസ് ഒക്കെ എപ്പോഴും സെയിം ആയിരിക്കും, പക്ഷെ അതിന്റെ ഡിഫറൻസ് വരുന്നത് അതിനെ അപ്ലൈ ചെയ്യുന്ന രീതിക്കായിരിക്കും ഡിഫറൻസ് വരുന്നത്. ഓരോ ബിസിനസ്സും ഓരോന്നായിരിക്കുമല്ലോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസരിച്ച്. സോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റിൽ ഒന്നാമത്തെ പോയിന്റ് ഗോൾ ഓറിയന്റഡ് പ്രോസസ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് എന്ത് ചെയ്യുന്നു, പക്ഷെ എല്ലായിടത്തും ഇതിന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. അതേപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡൈമെൻഷണൽ ആക്ടിവിറ്റിയാണ്. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ഇന്റൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ ബിക്കോസ് ദിസ് ഇസ് എ കോംപ്ലക്സ് ആക്ടിവിറ്റി. ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിൽ മെയിനായിട്ട് 3 ഡൈമെൻഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത് മാനേജ്മെന്റ് ഓഫ് വർക്ക്. ഓൾ ഓർഗനൈസേഷൻ എക്സിസ്റ്റ് ഫോർ ദ പെർഫോമൻസ് ഓഫ് സം വർക്ക്, അല്ലെ? എല്ലാ ഓർഗനൈസേഷൻസും അവരുടെ വർക്കിന് വേണ്ടിയിട്ടായിരിക്കും നിലനിൽക്കുന്നത്. സോ കസ്റ്റമേഴ്സിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം ഓരോ ബിസിനസിന്റെയും പെർഫെക്റ്റ് എയിം എന്ന് പറയുന്നത്, അല്ലെ? ഓരോരുത്തർക്കും ഇപ്പൊ നമുക്കൊരു തുണിക്കടയിലാണെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു മരുന്ന് കടയിലാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുത്തെ പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണം. ആക്ച്വലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാം ഒരു ബിസിനസ് ആണ്. അപ്പൊ എല്ലാത്തിലും ഒരു കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, അവരുടെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ മാനേജ്മെന്റ് എന്താ ശരിക്കും ചെയ്യേണ്ടത്? ദേ ഹാവ് ടു വർക്ക് ഓൺ ദ ഗോൾസ്, ദേ ഹാവ് ടു ട്രാൻസ്ലേറ്റ് ദെയർ വർക്ക് ടു ദെയർ ഗോൾസ്. കണ്ടോ, അവര് ഒരു ഗോൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരുടെ വർക്ക് എന്താണ്, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവര് ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണം, ഡിസിഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം, പ്ലാൻസ് കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊടുക്കണം, ബജറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം, അതോറിറ്റീസ് ഒക്കെ കറക്റ്റായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ എന്താണ്, ഫസ്റ്റ് ഈ മാനേജ്മെന്റ് ഈസ് മൾട്ടി ഡൈമെൻഷണൽ എന്ന് പറയുന്ന പാർട്ടിയിലെ ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഓഫ് വർക്കിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ആണ് മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. ആദ്യം നമ്മൾ വർക്ക് മാനേജ് ചെയ്തു, 2 ആൾക്കാരെ മാനേജ് ചെയ്യണം. ആൾക്കാരെ, അവിടെയുള്ള വർക്ക് ചെയ്യുന്ന വ്യക്തികൾ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അവിടെയുള്ള വ്യക്തികളാണ് ഏറ്റവും വലിയ അസറ്റ്. അവരെ ഉപയോഗിച്ചാണ് ഇവർ എല്ലാ വർക്കുകളും ചെയ്യണത്, അല്ലെ? ഇപ്പൊ ഒരു സ്കൂളിലാണെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിച്ചാലേ സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ വരത്തുള്ളൂ. ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സ്, അല്ലെ? സോ ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ പീപ്പിൾ, ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കുക. മാനേജിങ് പീപ്പിൾ ഹാസ് 2 ഡൈമെൻഷൻസ്. ഇതിന് ഉള്ളില് ഒരു 2 ഡൈമെൻഷൻസും കൂടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റില്
മൾട്ടി ഡയമെൻഷണൽ ആണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം മാനേജ്മെന്റ് ഓഫ് വർക്ക് നോക്കി, ഇപ്പൊ മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ. അതിൽ വീണ്ടും 2 ഡയമെൻഷൻസ് പറയാണ്. ഡയറക്ട്ലി വ്യക്തികളെ എംപ്ലോയീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അവരുടെ ബിഹേവിയറിനെ മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക. ഡീലിംഗ് വിത്ത് എംപ്ലോയീസ് ആസ് ഇൻഡിവിജ്വൽസ് with their needs and behavior, dealing with individuals as a group of people. ഇൻഡിവിജ്വൽസ് ആയിട്ടും അവരെ ട്രീറ്റ് ചെയ്യണം, ടീം വർക്ക് അവരെ പഠിപ്പിക്കണം, ടീമായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെ 3rd പോയിന്റ് ആണ് മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. മൾട്ടി ഡയമെൻഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. സോ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ മാനേജ്മെന്റ് ഓഫ് വർക്ക് നമ്മൾ നോക്കി, മാനേജ്മെന്റ് ഓഫ് പീപ്പിൾ നോക്കി, മാനേജ്മെന്റ് ഓഫ് ഓപ്പറേഷൻസ്. അതായത് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സം ബേസിക് പ്രോഡക്റ്റ് ഓർ സർവീസ് to provide in order to survive. അതായത് ഒരു ഹോസ്പിറ്റലിൽ അവരുടെ പ്രോഡക്റ്റ് എന്താണ്? അവരുടെ ഡോക്ടേഴ്സ് കൊടുക്കുന്ന സർവീസ് ആണ്. അപ്പൊ ആ സർവീസ് ബേസിക് ആയിട്ടെങ്കിലും നന്നായില്ലെങ്കിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, ആ ഹോസ്പിറ്റലിൽ പൊളിഞ്ഞു പോകും. ഇപ്പൊ ഒരു ഇഫ് ഇറ്റ് ഇസ് എ മൂവി, ഒരു മൂവി ആണെങ്കിൽ പോലും അവർ ആ ബിസിനസ് ചെയ്യുമ്പോൾ അതിനൊരു ബേസിക് ആയിട്ട് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ബേസിക് ആയിട്ടൊരു ഹാർഡ് വർക്ക് അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ സിനിമ ഒരിക്കലും സക്സസ്ഫുൾ ആവത്തില്ല. സോ ആ സിനിമ സർവൈവ് ചെയ്ത് പോകത്തില്ല. സോ ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെയുള്ള ഓപ്പറേഷൻസ് മാക്സിമം മാനേജ് ചെയ്ത് നോക്കുക. This is interlinked with both the management of work and management of people. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കും അതേപോലെ തന്നെ വ്യക്തികളെയും ഒരേ സമയത്ത് ഇന്റർലിങ്ക് ചെയ്ത് കൊടുക്കണം, അവരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് ഒരു സീരീസ് ഓഫ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കുറേ ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിംഗ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്താണ് മാനേജ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ 4th ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, അതായത് സൈമിൾട്ടേനിയസ്ലി അവിടെയുള്ള ബിസിനസ് ഡീൽ ചെയ്യുന്ന മാനേജേഴ്സ് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ബിസിനസ് ഓണറുടെ ആക്ടിവിറ്റിയാണ്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്യാൻഡിലിന്റെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്, ക്യാൻഡിൽ ഉണ്ടാക്കുന്നത്, അത് അസൈൻ ചെയ്ത് ആർക്കൊക്കെ വിൽക്കണം, അതിന്റെ അഡ്വർടൈസിങ് ചെയ്യുന്നത്, മാർക്കറ്റിംഗ് ചെയ്യുന്നത്, പാക്കിംഗ് ചെയ്യുന്നതൊക്കെ ആ ഒരു വ്യക്തിയായിരിക്കും. So these all are activities are carried out by that person itself. So അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാൻഡിൽ ബിസിനസ് ഓണർ ആണെങ്കിൽ ആ വ്യക്തിയായിരിക്കും എല്ലാം മാനേജ് ചെയ്യുന്നത്. സോ അവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് മാറുന്നുണ്ട്. Then management is a group activity. 5th one, management is a group activity. അതായത് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വിത്ത് ഡിഫറെന്റ് നീഡ്സ് ആണ് ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, അല്ലെ? ഒത്തിരി, ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെപ്പോലെ 10 പേര് ചേർന്ന് ഒരു കമ്പനി നടത്തുകയാണ്. ആ ഒരു വ്യക്തികൾക്ക് ഓരോരോ നീഡ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ നീഡ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഗ്രൂപ്പ് ആക്കി ഒരു കളക്ഷൻ ആക്കി അവരുടെ ഒരു കളക്റ്റീവാണ് ഈ ടീം വർക്കാണ് അവിടെ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. സോ ടീം വർക്ക് ആൻഡ് കോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ എഫേർട്ട് ഇൻ എ കോമൺ ഡയറക്ഷൻ, അതാണ് കറക്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇൻഡിവിജ്വൽ എഫേർട്സും, ഓരോരുത്തരും ഇടുന്ന എഫേർട്ടുകൾ ഒരുമിച്ച് ചേർത്ത് ഒരു കോമൺ ഡയറക്ഷനിലേക്ക്. വാട്ട് ഈസ് ദ കോമൺ ഡയറക്ഷൻ? ഇറ്റ് ഈസ് അവർ ഒബ്ജക്റ്റീവ്, അവർ എയിം, അല്ലെ? ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇഫ് യു വാണ്ട് ടു സ്കോർ മോർ, നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഗ്രാഫ്സും ഇത്തരത്തിലുള്ള പിക്സും ഒക്കെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്ത് വരാനുള്ള മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണം എന്നില്ല. ജസ്റ്റ് നോക്കൂ, ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ഫിസിക്കൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ബാക്കി ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, ഇതിന്റെ ഒരു സെന്റർ പാർട്ടിൽ ഇവയെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ചുറ്റും എന്താ നടക്കുന്നത്? പ്ലാൻ, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ്. സോ ഇതാണ് ശരിക്കും മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഇതാണ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതി. നമുക്ക് നോക്കാം 6ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. മാനേജ്മെന്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് അവിടെ ആഡ് ഓൺ, ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആണ്. അതായത് ഒരു പോയിന്റിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ചേഞ്ച് അവിടെ വരുന്നത്. ചിലപ്പോൾ ഒരു നിയമത്തിലായിരിക്കും ഒരു ചേഞ്ച് വരുന്നത്. സോ വി ഹാവ് ടു adapt the changing environment. വേരിയസ് ആയിട്ടുള്ള സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നമുക്ക് ഉണ്ടാവാം.
So change itself and its goal according to the needs of the environment. നമ്മൾ ഓരോ എൻവയോൺമെന്റിനനുസരിച്ച് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നമ്മുടെ ചേഞ്ചസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് 6th പോയിന്റ് എന്ന് പറയുന്നത്. 7th പോയിന്റ് ആണ് മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതാണ് മാനേജ്മെന്റ്. ഇതൊരു ഇൻടാഞ്ചിബിൾ, നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു വർക്കിംഗ് കൾച്ചറാണ് മാനേജ്മെന്റിൽ വരുന്നത്. ഇറ്റ് കനോട്ട് ബി സീൻ ബട്ട് ദ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഓർഗനൈസേഷൻ ഫങ്ഷൻ ചെയ്യുന്ന രീതിയിൽ, അവിടുത്തെ പ്ലാനുകളിൽ, അവിടുത്തെ എംപ്ലോയീസ് എത്രത്തോളം ഹാപ്പിയാണ്, അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ ഫോഴ്സ് ആണ്. ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അവിടുത്തെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ കൂടി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ അതാണ് മാനേജ്മെന്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും നമ്മൾ നോക്കിയതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആണ് നോക്കിയത്. അപ്പം ഒരു 6-7 പോയിന്റ്സ് ഉണ്ട്. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പർപ്പസ് അച്ചീവ് ചെയ്യുക. അതായത് നമ്മുടെ ഓരോ കമ്പനിക്കും ഓരോ എയിം ഉണ്ട്, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഏതൊരു മാനേജ്മെന്റിന്റെയും ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ മാനേജ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സെറ്റിംഗ് ആൻഡ് അച്ചീവിംഗ് ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെന്റ് ആണ് എപ്പോഴും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എന്തിന്? കറക്റ്റ് ആയിട്ട് ഒരു ഓർഗനൈസേഷന് വേണ്ട ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അതെങ്ങനെയാ അവരെ കണ്ടുപിടിക്കുക? അവിടെ അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ഏതാണ് ഇവരുടെ നീഡ് എന്താണ്, ഇങ്ങനെയാണ്, ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്, എന്നിട്ട് അതിനനുസരിച്ചുള്ള എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇതാണ് അവരുടെ സർവൈവൽ, പ്രോഫിറ്റിന്, ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. സോ ഒന്നാമത്തത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഇതിൽ സർവൈവൽ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാലോ, ഒരു മിനിമം നമ്മളൊരു 5 ലക്ഷം രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ട് ആ ഒരു ചെലവ് കവർ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള റവന്യൂ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ പ്രോഫിറ്റ് എന്താ? എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ഇപ്പൊ ഒരു 50 രൂപ ഇട്ടാൽ അതൊരു 60 രൂപയാക്കാനുള്ള ഒരു എയിം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കണം. ദെൻ വാട്ട് ഈസ് ഗ്രോത്ത്? ലോങ് റൺ. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട വാക്കാണ് ലോങ് റൺ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ലോങ് റണ്ണിലായിരിക്കണം. ഇത് കുറെ നാൾ നിലനിൽക്കണം, ഇത് ഇൻഡസ്ട്രിയിൽ റിമെയിൻ ചെയ്യണം. മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, വളരാനുള്ള സാധ്യതയുള്ള ഏരിയ നോക്കിയിട്ട് പഠിച്ചു വെക്കണം. സോ അതാണ് ഫസ്റ്റ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സിൽ എഴുതാനുള്ളത്. സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്, ഈ 3 പോയിന്റ്സും എഴുതണം. രണ്ടാമത്തതാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു സോഷ്യൽ സൊസൈറ്റി, അതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് വെക്കുക. എപ്പോഴും സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സോഷ്യൽ ഒബ്ലിഗേഷൻസ് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്തിരിക്കണം. അതായത് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കണം, പ്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കുക, അവർക്ക് ജോലി കൊടുക്കുക എന്നൊക്കെ ഉള്ളത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ വരും. ദെൻ മൂന്നാമത്തതാണ് പേഴ്സണൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. അതായത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. സോ അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണാലിറ്റീസും ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ ഉണ്ട്. ഓൾ ബിക്കം പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ്. സോ അവരുടെ നീഡ്സ്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ഉണ്ടോ, അവരുടെ പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യപ്പെടുന്നുണ്ടോ, അത് നമ്മൾ ഫോക്കസ് ചെയ്യും തോറും നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഹാർമണി ഉണ്ടാവാനുള്ള സാധ്യത തീർച്ചയായിട്ടും വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.